മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സുഭാഷിതങ്ങൾ 23:18 പറയുന്നു, തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരികയില്ല. ജീവിതത്തിലുണ്ടായ വിവിധ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ചറിഞ്ഞ കുറച്ച് നേഴ്സുമാരുടെ അനുഭവങ്ങൾ ഇന്നത്തെ നേഴ്സസ് ടൈമിലൂടെ നമുക്ക് ശ്രദ്ധിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജെയ്സി. ഞാൻ 2 വർഷമായി അബുദാബിയിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് 2 കുട്ടികളാണ്. നാട്ടിലെ എൻ്റെ സ്ഥലം കൊല്ലം. എൻ്റെ പേര് ഷെറിൻ ഷാരോൺ. ഞാൻ 7 വർഷമായി അബുദാബിയിൽ വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡ് 3 കുഞ്ഞുങ്ങളും. ഞങ്ങൾ നാട്ടിൽ കറ്റാനം ഇടവകയിലാണ്. എൻ്റെ പേര് ധന്യ ജോബിയറ്റ്. ഞാൻ 19 വർഷമായിട്ട് അബുദാബിയിൽ വർക്ക് ചെയ്യാണ്. ഞാനും ഹസ്ബൻഡും 2 കുഞ്ഞുങ്ങളും ഇവിടെ താമസിക്കുന്നു. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ തെക്കൻ താണശ്ശേരി ഇടവകയിൽ നിന്നാണ്. ചേച്ചി, 19 വർഷമായിട്ട് അബുദാബിയിലുണ്ടെന്നല്ലേ പറഞ്ഞ്, എങ്ങനെയാണ് നഴ്സസ് മിനിസ്ട്രിയിലോട്ട് വന്നത്? ഞാൻ 2004 ഇവിടെ അബുദാബിയിൽ വന്നത്. അബുദാബിയിൽ വന്നപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം അവധി കിട്ടുമ്പോൾ നമ്മൾ പള്ളിയിൽ പോകുന്നു. ആ ഒരു റുട്ടീനായിരുന്നു ഞങ്ങൾക്ക്. ഓഫ് കിട്ടുമ്പോൾ നമ്മളിവിടെ പള്ളിയിൽ പോയി കുർബാന കാണുന്നു, തിരിച്ചു വരുന്നു. ഇങ്ങനെ നേഴ്സസിന് വേണ്ടി ഒരു കൂട്ടായ്മയുണ്ടെന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ 2011 എനിക്ക് നാട്ടിൽ പോകേണ്ട ഒരു ആവശ്യം വന്നു. കുറച്ച് ദിവസത്തേക്ക് 4 ദിവസത്തേക്ക് ഞാൻ പോകേണ്ടി വന്നു. അപ്പോൾ പോയി തിരിച്ച് വരുന്ന വഴി ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. അപ്പോൾ ഫ്ലൈറ്റിൽ വെച്ച് എൻ്റെ അടുത്ത് ഇരുന്ന വ്യക്തി ഒരു നേഴ്സാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ആളും ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഏത് പള്ളിയിലാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അബുദാബിയിൽ തന്നെ സെൻറ്റ് ജോസഫ് ചർച്ചിലാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആളാണ് എന്നോട് പറഞ്ഞത്, നേഴ്സസിന് വേണ്ടി ഇങ്ങനെ ഒരു കൂട്ടായ്മയുണ്ട്, ഒത്തിരി പ്രാർത്ഥനകളൊക്കെ നടത്തുന്നുണ്ട്, ഒന്ന് വന്ന് നോക്കാമോ, എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റ് യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്നു ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. ആ കൂട്ടുകാരി എന്നെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നൈറ്റ് വിജിൽ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, പ്രാർത്ഥനയുണ്ട്, അത് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് മതി, നൈറ്റിൽ 9:30 ആകുമ്പോഴേ തുടങ്ങുള്ളൂ, പറ്റുകയാണെന്ന് വെച്ചാൽ വരണമെന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ നൈറ്റ് വിജിലിന് ആദ്യം എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നില്ല മനസ്സിൽ. കാരണം ഒത്തിരി ഉറക്കെയുള്ള സ്തുതിപ്പും കൂട്ടത്തോടുള്ള പ്രാർത്ഥനയുള്ളൂ. അപ്പം എനിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സൈലൻ്റായിട്ട് പ്രാർത്ഥിക്കുന്നതിനോടാണ്, ആരും കാണാതെ, അതൊക്കെയാണ് ഇഷ്ടമായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ വിളിച്ചതല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ കാണുന്നത് കുറേ നഴ്സുമാരുണ്ടായിരുന്നു. ഒരു വീട്ടിൽ പ്രാർത്ഥിക്കണ കണ്ടു. അപ്പോൾ അവർ ഉറക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കണതാണ് കണ്ടത്. അപ്പോൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പേഴ്സണൽ കാര്യങ്ങൾക്കൊന്നല്ല പറയുന്നത്. അവർ പ്രത്യേകിച്ചും പറയണത് അവരുടെ ആ ഹോസ്പിറ്റലിൽ അവർ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെയുള്ള രോഗികൾക്ക് വേണ്ടിയാണ് അവർ പ്രാർത്ഥിക്കണേ. പിന്നെ അവരുടെ കൂടെ ജോലി ചെയ്യുന്ന സ്റ്റാഫ്മാർക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഇതൊക്കെ പറഞ്ഞാണ് അവർ പ്രാർത്ഥിക്കണേ. അപ്പോൾ അതെനിക്കൊരു പുതിയൊരു അനുഭവമായിരുന്നു. നമ്മൾ ആദ്യം മുതലേ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മാതാപിതാക്കന്മാർ, നമ്മളുടെ ബന്ധുക്കൾ, നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടിയായിരുന്നു. ഇതൊരു പ്രത്യേകതരം അനുഭവമായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ അത് ആലോചിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറിക്ക് അസിസ്റ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ അതിന് ശേഷം ഏതൊരു സർജറിക്ക് മുന്നേ കയറുന്നതിന് മുന്നും നമുക്ക് സ്ക്രബ് ചെയ്യണ ഒരു ഇതുണ്ട്, ഒരു 5 മിനിറ്റ്സോളം. ആ സമയത്ത് ഞാൻ പ്രത്യേകം ദൈവത്തോട് പറയും, ഞാൻ സ്ക്രബ് ചെയ്യുന്ന പേഷ്യൻറ്റിനെ കാത്തുകൊള്ളണം, ആ സർജറി നല്ല സക്സസ്ഫുള്ളായിട്ട് കഴിയാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇപ്പോഴേ കയറാറുള്ളൂ. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. ശരിക്കും എൻ്റെ ജീവിതത്തിലും ഇങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ അനുഭവം വന്നിട്ടുണ്ട്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞാണ് മൂത്ത കുഞ്ഞുണ്ടാകുന്നത്. അപ്പോഴേക്കും കുഞ്ഞിന് 9 മാസം പ്രായമുള്ളപ്പോൾ ഒരു ദിവസം ശക്തമായ വയറുവേദനയായിട്ട് കുഞ്ഞ് കരച്ചിലായി. രാവിലെ മുതൽ കൊടുക്കുന്ന ഭക്ഷണം എല്ലാം ഛർദ്ദിക്കുന്നു, കുഞ്ഞ് പാലെല്ലാം വൊമിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോഴത്തേക്കും കുഞ്ഞിന് ഗ്യാസിൻ്റെ പ്രോബ്ലം ആണെന്ന് കരുതി ഡോക്ടർ മരുന്ന് കൊടുത്തു.
അപ്പം ഞങ്ങൾ അതുമായിട്ട് വീട്ടിലേക്ക് മടങ്ങി. പക്ഷേ എത്ര നേരം കഴിഞ്ഞിട്ടും അത് മാറുന്നില്ല കുഞ്ഞിന്. വൈകുന്നേരം ആയപ്പോൾ കുഞ്ഞിൻ്റെ ആണെങ്കിൽ വയറ്റിൽ നിന്ന് പോകുമ്പോൾ ചെറുതായിട്ട് ചോക്ലേറ്റ് അലുത്ത പോലെ ഡാർക്ക് കളറിൽ പോകാൻ തുടങ്ങിയപ്പോഴേക്കും ഞങ്ങൾക്ക് പേടിയായി. ഞങ്ങൾ വേഗം തന്നെ കുഞ്ഞിനെ കൊണ്ട് തിരിച്ച് ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോഴേക്കും പെട്ടെന്ന് ഡോക്ടർ സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു ഇത് ക്രിട്ടിക്കൽ കണ്ടീഷനാണ്, പെട്ടെന്ന് തന്നെ സർജറി വേണം, ഇത് കുടലിൻ്റെ ഉള്ളിലേക്ക് കുടൽ കയറിയിരിക്കുന്ന ഒരവസ്ഥയാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം തലേ ദിവസം വരെ നല്ല ആക്റ്റീവായിട്ടുണ്ടായിരുന്ന കുഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ സർജറി വേണമെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് തന്നെ ഞങ്ങളോട് പറഞ്ഞു പീഡിയാട്രിക് സർജനുള്ള ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് തന്നെ പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് യാത്ര തിരിച്ചു. അപ്പോഴേക്കും ആ സമയത്ത് മമ്മിയാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ അമ്മ, മമ്മിയാണെങ്കിൽ ഒത്തിരി ധ്യാനങ്ങളിലൊക്കെ പോയിട്ടുള്ള വ്യക്തിയാണ്. അപ്പം മമ്മിയാണെങ്കിൽ പ്രാർത്ഥനാ ഗ്രൂപ്പിലും സിസ്റ്റേഴ്സിനെയും അച്ഛന്മാരെയൊക്കെ വിളിച്ച് പ്രാർത്ഥനാ സഹായം ചോദിച്ചു. അപ്പോഴത്തേക്കും എൻ്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു. അപ്പോൾ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ട് തുടങ്ങി. എല്ലാവരും പ്രാർത്ഥനയിലായി. ഹസ്ബൻഡ് അന്ന് ഇവിടെ UAE വർക്ക് ചെയ്യുവാണ്. അച്ചാച്ചനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും പ്രാർത്ഥനയായി. അങ്ങനെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്ക് രാത്രിയായി. അപ്പോഴത്തേക്കിനും ഡോക്ടറാണെങ്കിൽ അവിടെ ഒരു പീഡിയാട്രിക് സർജൻ, അദ്ദേഹം ഓണത്തിൻ്റെ തലേ ദിവസമാണിത്, അപ്പോൾ അദ്ദേഹം ലീവിലാണ്, ഓൺ കോൾ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എമർജൻസി മാത്രമേ വരത്തുള്ളൂ. പെട്ടെന്ന് തന്നെ അവിടുന്ന് ഞങ്ങൾക്ക് PG സ്റ്റുഡൻസ് ഉണ്ട്, അവർ സ്കാൻ ചെയ്തു, സ്കാൻ ഇമേജ് എടുത്തു. അപ്പോഴും ശരിക്കും ആ അവസ്ഥ തന്നെയാണ്, അത് വ്യക്തമായിട്ട് സ്കാനിൽ കാണാം, കുടലിങ്ങനെ ഒട്ടിയിരിക്കുന്ന അവസ്ഥ. അപ്പോഴത്തേക്കിനും ഞങ്ങൾ പീഡിയാട്രിക് ICUയിൽ കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തിട്ട് ഡോക്ടർ അപ്പം വരാൻ തയ്യാറായി, അദ്ദേഹത്തെ വിളിച്ചറിയിച്ചു. ഡോക്ടർ അപ്പോൾ വരാൻ തുടങ്ങുവാണ്. അപ്പോൾ ഡോക്ടർ വന്നതിന് ശേഷം ഞങ്ങളോട് ഡോക്ടർ കണ്ട് സംസാരിച്ച് കുഞ്ഞിനെ പരിശോധിച്ചു. അദ്ദേഹം പറഞ്ഞു സർജറിക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് ഒന്നും കൂടെ സ്കാൻ ചെയ്ത് ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് നോക്കണം, പിന്നെ ഒന്നും കൂടെ ഒരു കൺഫർമേഷൻ സ്കാൻ കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞങ്ങൾ വീണ്ടും സ്കാനിന് കൊണ്ടുപോയി. അപ്പോഴത്തേക്കിനും അകത്താണെങ്കിൽ വേറെ ഒരു സ്കാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കിനും എൻ്റെ മമ്മിയും ഹസ്ബൻഡിൻ്റെ അമ്മയും കൂടെ കുഞ്ഞിൻ്റെ വയറിൽ കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു. അങ്ങനെ കുഞ്ഞിനെ സ്കാനിന് കയറ്റി. അങ്ങനെ കുഞ്ഞിനെ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ഡോക്ടർ എത്ര നോക്കിയിട്ടും ഈ അവസ്ഥ കാണുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ അവസ്ഥ മാറിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, ഇത് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ശരിക്കും അത് ഞങ്ങൾക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ PG സ്റ്റുഡൻസിനും ഒരു വല്ലായ്മയായി. കാരണം രാത്രിയിൽ ഓൺ കോൾ ആയിരുന്ന ഡോക്ടറിനെ വിളിച്ചു വരുത്തിയതാണല്ലോ. അപ്പം അവർ പെട്ടെന്ന് തന്നെ ആ ഫിലിമൊക്കെ എടുത്ത് കാണിച്ചു, ഇച്ചിരി മുന്നേ ഞങ്ങൾക്ക് കിട്ടിയതാണ് ഡോക്ടറെ ഇതാണ്. അപ്പോൾ ഞങ്ങൾ റെഫർ ചെയ്ത ഹോസ്പിറ്റലും സെയിം ഡയഗ്നോസിസ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല, ഈ അവസ്ഥ മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരിക്കും ഞങ്ങളുടെ വിശ്വാസം ഒത്തിരി ഉയർന്ന ഒരു അനുഭവമായിരുന്നു അത്. അപ്പോഴത്തേക്കും അപ്പോൾ കുഞ്ഞിനെ വേഗം എടുത്ത് തോളത്ത് കിടത്തിയപ്പോൾ കുഞ്ഞിൻ്റെ വയറ്റിൽ നിന്ന് ഒത്തിരി ഗ്യാസ് പാസ് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് മാറിയതിൻ്റെ ഒരു ലക്ഷണമാണെന്ന് പറഞ്ഞു. ശരിക്കും അത് ഞങ്ങളുടെ വിശ്വാസം ഒത്തിരി വർദ്ധിപ്പിച്ച ഒരു അനുഭവമായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ദൈവത്തെ സ്തുതിച്ച് ഒത്തിരി നന്ദി പറഞ്ഞു. ചേച്ചി പറഞ്ഞ പോലെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാനും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാനുമായിട്ടുള്ള ഒരു കൃപ എനിക്ക് ലഭിച്ചത് ഞാൻ നഴ്സസ് മിനിസ്ട്രിയിൽ വന്നതിന് ശേഷമാണ്. ഞാനിവിടെ ആദ്യം ജോയിൻ ചെയ്ത ഹോസ്പിറ്റലിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് വേറൊരു ഹോസ്പിറ്റലിൽ കയറാൻ, വേറെ പലയിടത്തും കയറാൻ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഒരിടത്തുനിന്നും എനിക്ക് അങ്ങനെ ഒരു കോള് വന്നില്ല. ഒത്തിരി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, പക്ഷേ ഒരിടത്തുനിന്നും ഒരു കോളും ഒന്നും വരാതെ വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്താണ് എനിക്ക് ഈ നഴ്സസ് മിനിസ്ട്രിയിൽ വന്ന ശേഷം ദൈവവുമായിട്ട് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാനും സംസാരിക്കാനായിട്ടുള്ളൊരു കൃപ ലഭിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ ഈ വിഷമം ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് ശരിക്കും എനിക്ക് കിട്ടിയ ഒരു വചനം ഹബക്കൂക്കിൻ്റെ 2:2 എന്നുള്ളൊരു വചനമാണ് എനിക്ക് കിട്ടിയത്. അതിങ്ങനെ പറയുന്നു: കർത്താവ് എനിക്ക് ഉത്തരമരുളി, ദർശനം രേഖപ്പെടുത്തുക, ഓടുന്നവന് പോലും വായിക്കത്തക്ക വിധം ഫലകത്തിൽ വ്യക്തമായി എഴുതി വയ്ക്കുക. ദർശനം അതിൻ്റെ സമയം പാർത്തിരിക്കുകയാണ്, ആ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു, അതിന് മാറ്റമുണ്ടാവുകയില്ല. അതിനായി കാത്തിരിക്കുക, അത് തീർച്ചയായും വരും, അത് താമസിക്കുകയില്ല. പ്രൈസ് ദ ലോർഡ്. ഈ വചനമാണ് എനിക്ക് ശരിക്കും കിട്ടിയത്. ഇതെൻ്റെ ലൈഫിൽ പ്രാവർത്തികമാകുമായിരുന്നു. അതായത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ കുറേ നാളുകൾക്ക് ശേഷമാണ് എനിക്ക് അതിൻ്റെ ഒരു ഓഫർ ലെറ്റർ അവരെൻ്റെ കയ്യിൽ കൊണ്ട് തരുന്ന ഒരു അനുഭവമാണ് എനിക്ക് ഉണ്ടായത്. അത് ഈ വലിയൊരു കൃപയായിട്ട് ഞാൻ കാണുന്നു. അത് ശരിയാ, അത് ശരിക്കും ആ ഇതിന് ചേർന്ന ഒരു വചനമായിരുന്നു അല്ലേ? അതെ. ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യമുണ്ടെങ്കിലും വിശ്വാസത്തോടെ ക്ഷമയോടുകൂടി ഇരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നമുക്ക് അതിൻ്റേതായ സമയത്ത് നമുക്കത് നൽകും. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് 6 വർഷം കുഞ്ഞുങ്ങളില്ലാണ്ടിരിക്കുകയായിരുന്നു.
അങ്ങനെ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. നമ്മളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും അറിയുന്ന ഫ്രണ്ട്സ് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായ ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമെന്ന്. അങ്ങനെ 6 വർഷത്തിന് ശേഷമാണ് ദൈവം ഞങ്ങൾക്കൊരു മോളെ നൽകി അനുഗ്രഹിച്ചത്. അതിനുശേഷം 2 വർഷം കഴിഞ്ഞപ്പോൾ മോനെയും നൽകി അനുഗ്രഹിച്ചു. അപ്പോൾ മോനും മോളെയും കിട്ടിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് ദൈവത്തോട് എങ്ങനെ നന്ദി പറയണം എന്നുള്ളൊരു ഇത് വന്നു. എന്ത് ചെയ്താലേ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെടാമെന്നറിയില്ല. അങ്ങനെയാണ് ഞാൻ സഹോദരി വഴി എനിക്ക് അറിയാൻ പറ്റി വിശുദ്ധ കുർബാനയുടെ അത്രയും ശക്തിയുള്ള ഒരു പ്രാർത്ഥന വേറെയില്ല എന്ന്. വിശുദ്ധ കുർബാന ദൈവത്തിന് വേണ്ടിയുള്ള ഒരു നന്ദിയായിട്ട് ഞങ്ങൾ അതിന് ശേഷം എന്നും പോകാൻ തുടങ്ങി. ചെറുപ്പകാലത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധ കുർബാനയ്ക്ക് പോവുക എന്ന് പറയണത് ഓർമ്മ വെച്ച കാലം മുതൽ മാതാപിതാക്കളുടെ നിർബന്ധം കാരണം കൊണ്ടാണ് പോയായിരുന്നത്. ഒരു ദിവസം അവധി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നേരത്തെ എഴുന്നേൽക്കേണ്ടി വരും. കാരണം 6:30 കുർബാന. അപ്പോൾ 6 മണിക്ക് നമ്മളെ വിളിച്ച് എഴുന്നേൽപ്പിക്കും. കുർബാനയ്ക്ക് പോവാതെ സമ്മതിക്കില്ല. ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഈ അവധി ദിവസങ്ങളിൽ നമ്മൾ നേരത്തെ എഴുന്നേൽക്കണം. പക്ഷേ സ്കൂളുള്ള ദിവസം സ്കൂളിൽ പോകാൻ പള്ളിയിൽ പോയാൽ പറ്റാത്ത കാരണം കൊണ്ട് അന്ന് പള്ളിയിൽ പോകേണ്ട ആവശ്യമില്ല, 7 മണിക്ക് എഴുന്നേറ്റാൽ മതി. അപ്പോൾ ആ ഒരു നിർബന്ധം കാരണം കൊണ്ട് ചെറുപ്പത്തിലെ അവധി ദിവസങ്ങളിൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കുർബാനയ്ക്ക് പോയിരിക്കണം. മാതാപിതാക്കൾക്ക് അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അത് പക്ഷേ മോളൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഇപ്പം അത് നേരെ തിരിച്ചായി. ഒരു ദിവസം കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ എന്തോ ഒരു വിഷമം പോലെ ദൈവത്തെ കാണാതെ ഇരുന്ന് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് രാവിലെ തന്നെ പോകുമ്പോൾ അന്ന് നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ആരെയൊക്കെ കണ്ടുമുട്ടുന്നുണ്ട് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനൊരു അവസരമായിട്ട് ഞാൻ വിശുദ്ധ കുർബാന കാണുമ്പോൾ ശ്രമിക്കാറുണ്ട്. ശരിക്കും കുഞ്ഞുനാളിലെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഉള്ളിലേക്ക് പകർത്തി തന്ന ആ ഒരു സ്പാർക്ക്, ആ ഒരു വിശുദ്ധ കുർബാനയുടെ ആ ഒരു ഇതല്ലേ, അത് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കും പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായോ അല്ലേ? അതെ അതെ, അത് ശരിയാണ്. ചേച്ചിയും എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കുന്ന വ്യക്തിയല്ലേ? എന്താണ് ചേച്ചിയുടെ വിശുദ്ധ കുർബാനയിലൂടെ ലഭിച്ച ചേച്ചിയുടെ ഒരു അനുഭവം? ഞാനും കുഞ്ഞുനാൾ തൊട്ട് സൺഡേ സ്കൂളിന് പോകും, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും എല്ലാ ഞായറാഴ്ചകളിലും. അങ്ങനെയുള്ള ഒരു പ്രകൃതമായിരുന്നു. ഞാൻ UAE വന്നതിന് ശേഷം, ജോലി കിട്ടിയതിന് ശേഷം പിന്നെ ഓഫ് ഡേയ്സ് കിട്ടുമ്പോൾ മാത്രം വിശുദ്ധ കുർബാനയ്ക്ക് പോകും, അങ്ങനെയുള്ളതാണ്. പക്ഷേ നേഴ്സസ് മിനിസ്ട്രിയിൽ വന്നതിന് ശേഷമാണ് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാനുള്ള ഒരു അനുഗ്രഹം എനിക്ക് ശരിക്കും ലഭിച്ചത്. കാരണം എൻ്റെ റൂംമേറ്റ് ചേഞ്ചായി. അപ്പോഴത്തേക്കിനും അവൾ നേഴ്സസ് മിനിസ്ട്രിയിൽ ആക്റ്റീവായിട്ടുള്ള ഒരു മെമ്പറായിരുന്നു. അപ്പം എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വിശുദ്ധ കുർബാനയ്ക്ക് പോകും. അപ്പം എനിക്ക് കുറച്ചൊക്കെ മടിയുണ്ടെങ്കിലും എനിക്ക് അവൾ പോകുന്നത് കാണുമ്പോൾ അത് ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്. രാവിലെ ഇങ്ങനെ കിടന്നുറങ്ങാൻ പറ്റില്ല. അപ്പം ഞാനും എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ ഡ്യൂട്ടിക്ക് ഒരു ചേഞ്ച് ഉണ്ടായി. എനിക്ക് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകത്തക്ക രീതിയിൽ എൻ്റെ സമയം ക്രമീകരിച്ച് കിട്ടി. അപ്പോൾ അതും കൂടെ കാരണവും പിന്നെ ഇവൾ കുട്ടി എഴുന്നേറ്റ് എന്നും പോകുന്ന കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അങ്ങനെ കിടന്നുറങ്ങാൻ. അപ്പോൾ ഞാൻ എങ്ങനെയും എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. അങ്ങനെ അവളുടെ പ്രചോദനം വഴിയാണ് വിശുദ്ധ കുർബാനയ്ക്ക് എന്നും എല്ലാ ദിവസവും പോകാനിടയായത്. നേഴ്സസ് മിനിസ്ട്രിയിൽ വന്നതിന് ശേഷവും എന്നും ബൈബിൾ റീഡിംഗ് ഉണ്ട് 30 മിനിറ്റ്. അപ്പോൾ ബൈബിൾ റീഡിങ്ങിൽ പങ്കെടുക്കാൻ അവൾ എന്നെ അതിൽ ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ എല്ലാ ദിവസവും 30 മിനിറ്റ് ബൈബിൾ റീഡിങ് ചെയ്യും. ഏതെങ്കിലും ദിവസമൊക്കെ ഡ്യൂട്ടിയുടെ കാരണം കൊണ്ടോ എന്തെങ്കിലും കാരണം കൊണ്ടോ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും അന്നത്തെ വായിച്ച് തീർത്തത് കംപ്ലീറ്റ് ചെയ്തു പോകാനും അങ്ങനെ സാധിച്ചിട്ടുണ്ട്. ഞാൻ കാണാറുണ്ട് ഷെറിനും കൂട്ടുകാരും കൂടി എന്ന് നടന്നു വരുന്നത്. പ്രത്യേകിച്ച് ഈ ചൂടത്ത് ഇങ്ങനെ നടന്നു വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ലേ രാവിലെ തന്നെ വരുമ്പോൾ? ഇല്ല, ബുദ്ധിമുട്ട് തോന്നാറില്ല. കാരണം ഏകദേശം 20 മിനിറ്റോളം ഞങ്ങൾക്ക് നടക്കാനുണ്ട്. എങ്കിലും അങ്ങോട്ട് പോകുമ്പോൾ കരുണക്കൊന്ത ചൊല്ലിക്കൊണ്ട് പോകും, തിരിച്ചു വരുമ്പോൾ ജപമാലയും ചൊല്ലിക്കൊണ്ട് വരും. അപ്പോൾ നമുക്കതൊട്ടും ഫീൽ ചെയ്യത്തില്ല, അത്ര ക്ഷീണമോ അല്ലെങ്കിൽ അങ്ങനെ പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടോ. മാത്രമല്ല വിശുദ്ധ കുർബാന കണ്ടിട്ട് വരുന്ന ഇതായതുകൊണ്ട് ഭയങ്കര ഒരു എനർജി പോലെയാണ് ശരിക്കും ജോലിയിൽ കയറിയാലും. അതെ അതെ, ശരിക്കും അതിൻ്റെ ആ വ്യത്യാസം നമുക്ക് നല്ലവണ്ണം അനുഭവിച്ചറിയാൻ പറ്റും. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നത് എന്ത് സത്യമല്ലേ ചേച്ചി? വിശുദ്ധ കുർബാനയുടെ ഒരു ശക്തിയും ഒരു അനുഭവം എൻ്റെ അങ്കിളുടെ ലൈഫിലും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അങ്കിള് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് ഉള്ള ഒരു വ്യക്തിയാണ്. ബഹ്റൈനിലാണ് കുറേ നാളായി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നാട്ടിൽ വന്നിട്ട് ക്രിയാറ്റിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ചെക്ക് ചെയ്തപ്പോൾ അവസാനമായി ചെക്ക് ചെയ്ത ക്രിയാറ്റിനിൻ 4.5 ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബഹ്റൈനിൽ പോയി പെട്ടെന്ന് ദേഹമൊക്കെ നീരായി. അപ്പം അവിടെ ചെന്ന് ക്രിയാറ്റിനിൻ ചെക്ക് ചെയ്തപ്പോൾ വീണ്ടും അത് 10.5 ആയി. വളരെ പെട്ടെന്ന് അത് കൂടിയാണ് ഉണ്ടായത്. അപ്പോൾ അവിടെ നിന്ന് എല്ലാം റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വരേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. നാട്ടിൽ വന്ന് ഡയാലിസിസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ വിചാരിച്ചു. നാട്ടിൽ വന്നു, ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. ഡോക്ടർ പറഞ്ഞു ഫിസ്റ്റുല ഇട്ടിട്ട് നമുക്ക് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്.
അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഞാനിവിടെ നമ്മുടെ നഴ്സസ് മിനിസ്ട്രി കൂട്ടായ്മയിൽ വരുമ്പോഴത്തേക്ക് അങ്കിളിന് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥം പ്രാർത്ഥിക്കുമായിരുന്നു. മാത്രമല്ല അങ്കിളും ആൻറ്റിയും ഈ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്ന ആ സമയങ്ങളിലൊക്കെ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഈ സർജറിയുടെ അന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് സിസ്റ്റർ വിശുദ്ധ കുർബാന കൊടുത്തപ്പോഴത്തേക്ക് അത് സിസ്റ്ററുടെ കയ്യിൽ നിന്ന് അറിയാതെ താഴെ വീണുപോയി. സിസ്റ്റർ പക്ഷെ അത് വീണ്ടും പ്രാർത്ഥിച്ചിട്ട് അത് തന്നെ എടുത്ത് വീണ്ടും എൻ്റെ അങ്കിളിന് കൊടുത്തു. എന്നിട്ട് സിസ്റ്റർ പോയി. പക്ഷേ കുറച്ച് കഴിഞ്ഞ് എൻ്റെ ആൻറ്റി നോക്കാൻ നേരത്ത് വീണ്ടും ഒരു കുർബാനയും കൂടെ റൂമിൽ താഴെ കിടക്കുന്നതായിട്ടാണ് കണ്ടത്. അല്പം ഒന്ന് ഭയപ്പെട്ടെങ്കിലും ആൻറ്റി പ്രാർത്ഥിച്ചിട്ട് ആ കുർബാന എടുത്ത് എൻ്റെ അങ്കിളിന് തന്നെ വീണ്ടും കൊടുത്തു. അന്ന് സർജറി നടക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോഴത്തേക്ക് ക്രിയാറ്റിൻ്റെ ലെവൽ 7.5 ആയിട്ട് കുറഞ്ഞു. അതൊരു വലിയ ഒരു അനുഭവമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. പ്രാർത്ഥനയുടെയും വിശുദ്ധ കുർബാനയുടെയൊക്കെ ഒരു ശക്തിയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ നമുക്ക് ഉടനെ അന്നേരം ഡയാലിസിസിൻ്റെ ആവശ്യം വരില്ല, നമുക്ക് എന്തായിരുന്നാലും എല്ലാ ഒരുക്കങ്ങളും ചെയ്ത സ്ഥിതിക്ക് ഫിസ്റ്റുല ഇടാം, എന്നിട്ട് നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം എന്നുള്ള ഒരു രീതിയിൽ. ഇപ്പോൾ സർജറി കഴിഞ്ഞു, പക്ഷേ ഇപ്പോഴും അങ്കിളിന് ആ ഒരു 7.2 ആ ഒരു ഇതിൽ തന്നെയാണ് ക്രിയാറ്റിൻ നിൽക്കുന്നത്. അതൊരു ദൈവ അനുഭവമായിട്ട്, ദൈവകൃപയുടെ ഒരു അനുഭവമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. അത് ശരിക്കും അതെ. നമ്മുടെയൊക്കെ നഴ്സിംഗ് കരിയറിലും ഒക്കെ നമുക്ക് ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം എപ്പോഴും അനുഭവപ്പെടുന്നുണ്ട് അല്ലേ? എനിക്ക് പലപ്പോഴും അത് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം ഈ 2019 കാലഘട്ടമൊക്കെ കോവിഡിൻ്റെ ഒരു ഭയങ്കര ഭീകര ഒരു അവസ്ഥയായിരുന്നു. കോവിഡിന് നമ്മളൊക്കെ കോവിഡ് ഡ്യൂട്ടിയൊക്കെ ചെയ്ത ഒരു കാലഘട്ടമാണ്. അന്ന് ഞാൻ നാട്ടിലാണ്, ഞാനൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു അന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കോവിഡ് രോഗികളെ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കോവിഡ് ഡ്യൂട്ടി മാത്രമേ ചെയ്യാനുള്ളൂ, OP ഒന്നും ഇല്ല. അന്ന് നമ്മൾ ഇപ്പം PPE കിറ്റൊക്കെ ഇട്ടിട്ടാണ് ഈ രോഗികളെ ശുശ്രൂഷിക്കാൻ കയറുന്നതെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലും ഒരു ഭയമുണ്ട്, ദൈവമേ നമുക്ക് ഈ രോഗം വരരുത്. കാരണം നമ്മുടെ വീട്ടിലും കുഞ്ഞു മക്കളുണ്ട്, പ്രായമായിട്ടുള്ളവരുണ്ട്. അപ്പം നമ്മൾ കാരണം ഇവർക്ക് ആ രോഗം അവർക്ക് കൊണ്ട് കൊടുക്കരുതല്ലോ എന്നുള്ള ഒരു ചെറിയ പ്രാർത്ഥനയാണ് ഉള്ളിലുള്ളത്. ദൈവത്തിൻ്റെ ഒരു വചനം അപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് എനിക്ക് ശരിക്കും കടന്നു വന്നേ. യെശയ്യാ 43:2, സമുദ്രത്തിലൂടെ നടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ദൈവത്തിൻ്റെ ശക്തമായൊരു സംരക്ഷണമാണ് എനിക്ക് ആ സമയമൊക്കെ കിട്ടിയത്. ഞാൻ 6 മാസത്തോളം കണ്ടിന്യൂസ് കോവിഡ് ഡ്യൂട്ടി മാത്രമാണ് ചെയ്തത്. പക്ഷെ അന്നേരം ഒന്നും എനിക്ക് കോവിഡ് വന്നേയില്ല, എൻ്റെ വീട്ടുകാർക്കും കോവിഡ് ഒന്നും വന്നില്ല. അതൊക്കെ കഴിഞ്ഞ് പിന്നെ 2021 ഞാൻ അബുദാബിയിൽ വന്ന ശേഷം കോവിഡിൻ്റെ അതൊക്കെ ഒന്ന് കെട്ടടങ്ങിയതിന് ശേഷമാണ് പിന്നെ എനിക്ക് കോവിഡ് ഒക്കെ വന്നത്. അപ്പോൾ അവിടെയൊക്കെ അന്നേരം കർത്താവ് നമ്മളെ ആ ഡ്യൂട്ടിയുടെ ഇടയ്ക്കും നമ്മളെ സംരക്ഷിക്കുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതെ, കർത്താവിൻ്റെ സംരക്ഷണത്തിൻ്റെ ഒരു അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. 2018 എനിക്ക് ലീവ് കിട്ടിയത് ജൂലൈ മാസത്തിലായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിന് 2 മാസത്തെ ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങൾ ജൂലൈയിൽ നാട്ടിൽ പോയി. ജൂലൈയിൽ എൻ്റെ ലീവ് കഴിഞ്ഞു, ഞാൻ തിരിച്ചു പോന്നു. ഹസ്ബൻഡും കുഞ്ഞുങ്ങളും നാട്ടിൽ തന്നെ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് 2018 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, വെള്ളപ്പൊക്കം ഉണ്ടാവുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീടെന്ന് പറയണത്, എൻ്റെ സ്വന്തം വീട്, എൻ്റെ മാതാപിതാക്കൾ ഇരിക്കുന്ന സ്ഥലം ചാലക്കുടിക്ക് അടുത്തുള്ള സ്ഥലത്താണ്, പരിയാരം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്ന് മഴ പെയ്യുന്നുണ്ടെന്ന് ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞു. മോള് എൻ്റെ മാതാപിതാക്കളുടെ കൂടെയും ഹസ്ബൻഡും മോനും ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഇവർ വിളിക്കുമ്പോൾ പറയും, മഴയുണ്ടമ്മ, വെള്ളം എല്ലായിടത്തും പൊന്തുന്നുണ്ട്. അവരെനിക്ക് ഫോട്ടോ അയച്ചു തരും ഭയങ്കര സന്തോഷത്തിൽ. ഞാനും ഇവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരോടൊക്കെ കാണിച്ചു കൊടുക്കും എല്ലായിടത്തും വെള്ളം പൊങ്ങുന്നത്. അത് ഞങ്ങൾക്ക് ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു. അപ്പം നമ്മളും ഈ വെള്ളത്തിൻ്റെ പിക്ചർ കാണിക്കുന്നത് നമ്മളിവിടെ എല്ലാവരെയും കാണിക്കും. എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി നിൽക്കുന്ന സമയത്താണ് കുറച്ച് ആ സമയങ്ങളിൽ അനിയത്തിയുടെ വീട്ടിൽ വെള്ളം കയറിയെന്ന് പറഞ്ഞ് അനിയത്തിയും മക്കളും കൂടി എൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ അവരൊരുമിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്താണ് ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ അടുത്തേക്കും വെള്ളം പൊങ്ങാൻ തുടങ്ങിയത്. അപ്പോൾ ആദ്യമൊക്കെ അപ്പച്ചന് 100% ഉറപ്പായിരുന്നു ഞങ്ങളുടെ സ്ഥലത്ത് വെള്ളം കയറില്ല എന്നുള്ളത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളം കയറാൻ തുടങ്ങി. അവർ വിളിച്ചു പറഞ്ഞു വെള്ളം കയറാണ്. അവർ അടുത്ത വേറെ സഹോദരിയുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. ആ സമയത്തൊക്കെ ഞാൻ തന്നെയായിരുന്നു. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അത്രയും വെള്ളം പൊങ്ങണ സ്ഥലമല്ലായിരുന്നു.
അപ്പോൾ ആ സമയത്തൊക്കെ ഞാനിവിടെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് അവിടെ വീട്ടിലൊക്കെ വെള്ളം പൊങ്ങി തുടങ്ങി. അവരവിടെ ഭയങ്കര പ്രാർത്ഥന, അവർക്കൊരു പേടിയുണ്ട്, കരച്ചിലോടുകൂടിയാണ് ഫോൺ വരിക. അപ്പം ഞാനും ഒരു വിഷമത്തിലായിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരത്തികളൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഓപ്പറേഷൻ ആ സമയമായപ്പോഴേക്കും ഒരു ഓപ്പറേഷൻ തിയേറ്ററിലത്തെ കേസൊക്കെ കഴിഞ്ഞായിരുന്നു, സർജറി ഒക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ നേഴ്സുമാരും എല്ലാ സ്റ്റാഫുമാരും വന്ന് പറഞ്ഞു, സിസ്റ്ററെ നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം, ദൈവം കേൾക്കും നമ്മുടെ പ്രാർത്ഥന, നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. എന്തായാലും കാലാവസ്ഥയൊക്കെ നിയന്ത്രിക്കുന്നത് ദൈവമുള്ളൂ, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഓപ്പറേഷൻ തിയേറ്ററിലിരുന്ന്, എന്ന് പറയുമ്പോൾ ചേച്ചി മറ്റു രാജ്യക്കാരും എല്ലാവരും ഉൾപ്പെടും? അതെ, എല്ലാ രാജ്യക്കാരും ഉണ്ടായിരുന്നു. അവർക്ക് ഭാഷയൊന്നും മനസ്സിലായിട്ടല്ല, പക്ഷെ അവർക്ക് മനസ്സിലായി നമ്മുടെ കേരളത്തിൽ എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. കാരണം ഫോട്ടോസ് കാണുമ്പോഴും വിളിക്കുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കരയുമ്പോഴൊക്കെ അവർക്കും വിഷമം തന്നെയല്ലേ, നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരല്ലേ. അങ്ങനെ ഞങ്ങൾ അന്ന് OTയിൽ എല്ലാവരും കൂടിയിരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മനസ്സിനൊരു പ്രത്യേക ധൈര്യം കിട്ടി. ദൈവം എന്തായാലും കൈവിടില്ല, എല്ലാവരും സംരക്ഷിക്കുന്നുള്ളൊരു ധൈര്യം എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. ശരിക്കും അന്നൊക്കെ ന്യൂസ് കേൾക്കുമ്പോൾ ചാലക്കുടിയൊക്കെ മുങ്ങിപ്പോയി എന്നുള്ള ന്യൂസൊക്കെ വരുന്നുണ്ടായിരുന്നു. ശരിക്കും അതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി പേടി തോന്നിയിരുന്നു. അതെ, ഒത്തിരി കേടുപാടുകൾ ഉണ്ടായിരുന്നെങ്കിലും നാശനഷ്ടങ്ങളൊക്കെ അവിടെ ഒത്തിരി സംഭവിച്ചിരുന്നെങ്കിലും ആർക്കും ഒന്നും പറ്റാതെ എല്ലാവരും ആരോഗ്യത്തോടു കൂടി തന്നെ ദൈവം അവരെ എല്ലാവരെയും കാത്തു. സങ്കീർത്തനങ്ങൾ 9:9 പറയുന്നത് പോലെ കർത്താവ് മർദ്ദിതരുടെ ശക്തി ദുർഗമാണ്, കഷ്ടകാലത്ത് അവരുടെ അഭയസ്ഥാനവുമാണ്. ദൈവത്തിന് മഹത്വം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും അവിടുന്ന് നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ദൈവത്തിന് സ്തുതി. ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് ഈ നേഴ്സുമാരുടെ അനുഭവത്തിലൂടെ നമുക്കൊരിക്കൽ കൂടി ബോധ്യമായി. ദൈവകരം മുറുകെ പിടിച്ചുകൊണ്ട് പ്രശ്നങ്ങളെ അതിജീവിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം ഉറപ്പിക്കപ്പെടുന്നത്. വിശ്വാസത്തിൽ അടിപതരാതെ നിൽക്കുവാനും ആ വിശ്വാസം മറ്റുള്ളവരിലേക്ക് കൈമാറാനുമുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധിയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.